കരോൾ സംഘത്തിലെ കുട്ടികളെ അധിക്ഷേപിച്ച ബിജെപി നേതാക്കൾക്കെതിരെ വ്യാപക പ്രതിഷേധം. മദ്യപിച്ചാണ് കരോൾ നടത്തിയതെന്ന സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരാതി നൽകുമെന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ അറിയിച്ചു. ബിജെപി നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസും ഡിവൈഎഫ്ഐയും രംഗത്തെത്തി. പുതുശ്ശേരി കാളാണ്ടിത്തറയിൽ വെച്ചാണ് കരോൾ സംഘത്തെ RSS പ്രവർത്തകർ ആക്രമിച്ചത്. RSS പ്രവർത്തകനായ അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. RSS നടത്തിയ ആക്രമത്തെ ന്യായീകരിക്കാനായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും ഷോൺ ജോർജും കരോൾ നടത്തിയ കുട്ടികളെ അധിക്ഷേപിച്ചു. കുട്ടികൾ മദ്യപിച്ചാണ് കരോളിൽ പങ്കെടുത്തത് എന്ന സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവന കുട്ടികളെ മാനസികമായി പ്രയാസപ്പെടുത്തിയതായും സ്കൂളിൽ പോകാൻ പോലും കുട്ടികൾക്ക് പ്രയാസം നേരിടുന്നതായും രക്ഷിതാക്കൾ പറയുന്നു. അവരുടെ ഈ പറഞ്ഞ ആളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ 6-ും 7-ും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുന്നുള്ളതാണെന്ന് പറയണത് എത്രത്തോളം ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇത് കേരളമാണത്, അല്ലാതെ UP ഒന്നും അല്ലാതെ. ഇല്ല, അതൊരു സങ്കടം പോലെ തോന്നി. കാരണം ഒരു അച്ഛനെന്ന രൂപത്തിലേക്ക് ഈ 12 വയസ്സിൽ കുട്ടികൾക്ക് മദ്യപിച്ചിട്ട് ലക്കില്ലാതെ ഒരു ഇത് നടത്തുക എന്നുള്ള ഒരു പ്രചരണം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയല്ലേ. കുട്ടികൾ മദ്യപിച്ചാണ് കരോളിൽ പങ്കെടുത്തത് എന്ന സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരാതി നൽകാനും രക്ഷിതാക്കൾ ആലോചിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രദേശത്തേക്ക് ക്രിസ്മസ് കരോൾ വരരുതെന്ന് പറഞ്ഞാണ് RSS പ്രവർത്തകർ ആക്രമണം നടത്തിയതെന്ന് കുട്ടികൾ പറയുന്നു. സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ സ്ഥലം MLA A പ്രഭാകരനും രംഗത്തെത്തി. 2500 സ്ഥലങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കും. വർഗീയ സംഘർഷമുണ്ടാക്കാനാണ് RSS ശ്രമിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പ്രസ്താവന ഇറക്കി. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാത്തതിലുള്ള പ്രതികാരമാണ് ചെയ്യുന്നതെന്ന് A തങ്കപ്പൻ പറഞ്ഞു. കരോൾ സംഘത്തെ ആക്രമിച്ച 2 പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട്. മീഡിയ 1 പാലക്കാട്.